Hi students, our next topic is storage allocation strategies. Storage allocation strategies. നമ്മൾ ഓൾറെഡി സ്റ്റോറേജ് ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മളുടെ കമ്പൈലേഷന് ശേഷം എക്സിക്യൂഷന് വേണ്ടിയിട്ട് OS അലോട്ട് ചെയ്ത് തരുന്ന ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലോക്ക് ഓഫ് മെമ്മറിയിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടബിൾ കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ, സ്റ്റാക്ക്, ഫ്രീ മെമ്മറി, ഹീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റോറേജിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ആക്ടിവേഷൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഈസ് എന്താണ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് എന്നാണ്. സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ദർ ആർ 3 ഡിഫറെൻറ്റ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് അലോക്കേഷൻ, ദെൻ സ്റ്റാക്ക് അലോക്കേഷൻ, ഹീപ്പ് അലോക്കേഷൻ. സ്റ്റാറ്റിക് അലോക്കേഷൻ ആകുമ്പോൾ എന്താണ്, കമ്പൈൽ ടൈമിൽ നമ്മൾ ഡാറ്റ ഒബ്ജക്ട്സിന് സ്റ്റോറേജ് കൊടുക്കുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ എന്ന് പറയുന്നത്, ഈ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന പേരിലുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാവുന്നു. അവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്നും, ഈ എ എന്ന് പറയുന്ന സ്റ്റോറേജിൽ നമുക്കൊരു വാല്യൂ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ അപ്പം തന്നെ കമ്പൈൽ ടൈമിൽ തന്നെ അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റ ഒബ്ജക്ട്സിനെയാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വി കോൾഡ് ദ സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻസ് അറ്റ് കമ്പൈൽ ടൈമിൽ നടക്കുന്നതാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് പറയുന്നത്. വെറാസ് ഇൻ ദി കേസ് ഓഫ് സ്റ്റാക്ക് അലോക്കേഷൻ ആൻഡ് ഹീപ്പ് അലോക്കേഷൻ ഒക്കേഴ്സ് അറ്റ് റൺ ടൈമിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാക്കായിട്ട് നമ്മൾ ആ സ്റ്റോറേജിനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് മോഡലാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞത്. ഒരു ഹീപ്പായിട്ട് നമ്മളതിനെ ഒരു ഹീപ്പ് കൺസ്ട്രക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്നു, ഡി അലോക്കേറ്റ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള അലോക്കേഷനൊക്കെയാണ് നമ്മൾ ഹീപ്പ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹാപ്പൻസ് അറ്റ് കമ്പൈൽ ടൈം ആൻഡ് ദ നെക്സ്റ്റ് 2 ഹാപ്പൻസ് അറ്റ് റൺ ടൈം. ഓക്കെ, മാനേജസ് റൺ ടൈം സ്റ്റോറേജ് ആസ് എ സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് രൂപത്തിലാണ് നമ്മളതിനെ സ്റ്റാക്ക് അലോക്കേഷനിൽ നമ്മൾ സ്റ്റോറേജിനെ മാനേജ് ചെയ്യുന്നത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് ഹീപ്പ് അലോക്കേഷൻ ഒന്നല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നു, ഡി അലോക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളുടെ ഡാറ്റാസിൻ്റെ സ്റ്റോറേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അലോക്കേഷനും ഡി അലോക്കേഷൻ ഒക്കെ ചെയ്യുന്നതാണ് ഹീപ്പ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ആസ് ഫോർ ഹീപ്പ്, ഒരു ഡാറ്റ ഏരിയ ഒരു ഹീപ്പ് മോഡലിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ദ ഫസ്റ്റ് ഈസ് സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കമ്പൈലർ ഡിറ്റർമൈൻസ് ദി എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ഫോർ ദി വേരിയബിൾ. കമ്പൈലറാണ്, കമ്പൈൽ ടൈമിലുള്ളതാണ്. അപ്പോൾ കമ്പൈലറാണ് ഏതൊക്കെ വേരിയബിൾസ് ആണോ നമ്മൾ ആ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ വേരിയബിൾസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് കൊടുക്കുന്ന ആൾ. ഓക്കെ, എന്നിട്ട് ഓരോ സ്റ്റോറേജിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു പേരും കൊടുക്കുന്നു. അപ്പം ആ നെയിം തന്നെ ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. അതായത് നമ്മൾ ആ പേരുകളോ നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് മാറുകയില്ല. നെയിംസ് ആൻഡ് ആർ ബൗണ്ട് ടു സ്റ്റോറേജ് ഡ്യൂറിങ് കമ്പൈൽ ടൈം. കമ്പൈൽ ടൈമിൽ ഓരോ സ്റ്റോറേജിനും നമുക്ക് ഓരോരോ പേരുകളുണ്ട്. ഇൻ ദിസ് കേസ് ഇൻറ്റ് എ എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്നതാണ് പേര്. സോ ദാറ്റ് നെയിം എക്സിസ്റ്റ് ഓർ പെർസിസ്റ്റ് ഫോർ ലോങ് ഇൻ ദി കേസ് ഓഫ് സ്റ്റാറ്റിക് അലോക്കേഷൻ. പിന്നെ നമുക്ക് നമ്മളുടെ ഓരോ ഡാറ്റനെ നമുക്ക് ടാർഗറ്റ് കോഡിന് ഡാറ്റനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്രസ്സും നമുക്ക് എങ്ങനെയാണ് കമ്പൈൽ ടൈമിൽ സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ സമയത്ത് കമ്പൈൽ ടൈമിൽ അഡ്രസ്സും കൂടി കിട്ടുന്നത് കൊണ്ട് നമ്മളുടെ ടാർഗറ്റ് കോഡിനെ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ഡാറ്റനെ കിട്ടാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ കാര്യങ്ങൾ. ഈസ് വെരി സിമ്പിൾ. അതായത് സാധാരണ നമ്മളുടെ സ്റ്റാറ്റിക് ആയിട്ട് നമ്മളുടെ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിൻ്റെ മെമ്മറി സ്റ്റാറ്റിക് ആയിട്ട് തന്നെ കമ്പൈൽ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് സ്റ്റാറ്റിക് അലോക്കേഷൻ. ദെൻ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ വേരിയബിൾസിനും. അപ്പോൾ സൈസ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോന്നിൻ്റെയും സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റാറ്റിക് അലോക്കേഷൻ. സൈസ് ഓഫ് ഡാറ്റ മസ്റ്റ് ബി നോൺ അറ്റ് കമ്പൈൽ ടൈം. ദെൻ നെക്സ്റ്റ് ഈസ് റിക്കേഴ്സീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടായിരിക്കും റിക്കേഴ്സീവ് പ്രൊസീജിയർ. അതായത് ഓരോ പ്രാവശ്യവും അതിൻ്റെ മെമ്മറീസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും റിക്കേർഷൻ നടക്കുമ്പോൾ. സോ അത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക് അലോക്കേഷനിൽ ഈസ് നോട്ട് പോസിബിൾ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി limitations of the static allocation. Also dynamic allocation is not possible. Dynamic allocation possible alla. Then stack allocation. So this is all about static allocation. And what about stack allocation? Stack allocation, static allocation il nammal already നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു കോഡ് സെഷൻ സ്റ്റോറേജ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിനൊരു എക്സിക്യൂട്ടബിൾ കോഡ് ആയിരിക്കും നമ്മളുടെ കോഡ് ഏരിയയിൽ ഉണ്ടായിരിക്കുക. ദെൻ ഇതാണ് സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഓൾറെഡി ലോക്കൽ ഡാറ്റാസിനെല്ലാം ഓരോരോ സ്റ്റോറേജ് എല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
വരുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റാക്ക്, പിന്നെ വരുന്നതാണ് ഹീപ്പ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് കമ്പൈൽ ടൈമിലും ബാക്കി രണ്ടും സംഭവിക്കുന്നത് എന്താണ്, റൺ ടൈമിലുമാണ്. അതായത് ഇതിങ്ങനെ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അത് നമുക്ക് എന്താണ്, സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ ഫോമിലാണ്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഫോമിലാണ്. നമുക്ക് ആദ്യം വരുന്ന പ്രൊസീജിയേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഗ്രോ ഡൗൺവേർഡ്സ് എന്നാണ് പറയുക സ്റ്റാക്ക്. ഹീപ്പ് എന്ന് പറയുന്നത് ഗ്രോ അപ്വേർഡ്സ് എന്ന് പറയാം. അപ്പം ഇവിടെ എത്ര മെമ്മറി ആണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ഫ്രീ മെമ്മറി എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് സ്റ്റാക്ക് അലോക്കേഷൻ. എന്താണ് സ്റ്റാക്ക് അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാക്ക് നമുക്കറിയാം എന്താണ്, ഒരു സ്റ്റാക്ക് മോഡൽ, അതായത് 1 by 1 ആയിട്ടുള്ള ഒരു സ്റ്റാക്ക് മോഡലിനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റാക്ക് മോഡൽ എന്ന് പറയുന്നത് ലിഫോ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് സ്റ്റാക്ക് മോഡൽ ഉള്ളത്. ഓക്കെ, LIFO ലിഫോ സ്ട്രക്ചറൽ.